നമ്മുടെ മുമ്പിലേക്ക് ആളുകൾ ഉയർത്തി കാണിക്കുന്ന വിജയവും സന്തോഷവും ഒക്കെ എന്താ വെച്ചാൽ ചില റിസൾട്ടുകൾ കാണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇന്നാള് ഇന്നെ പഠിച്ചു റാങ്ക് കിട്ടി, പരീക്ഷ പാസ്സായി, ഇന്ന ജോലിയിൽ പ്രവേശിച്ചു, ഇന്ന കാര്യം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോഴുള്ള ചില അച്ചീവ്മെന്റ്സ്, ചില റിസൾട്ടുകളാണ് സത്യത്തിൽ വിജയമായിട്ടൊക്കെ ആയിട്ട് നമ്മളെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത്. എന്നാൽ നോക്കി അള്ളാഹുവും റസൂലും അങ്ങനെ ഒരിക്കലും ഈ ദീനിന്റെ കാര്യം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് കിട്ടും, ഒക്കെ പരലോകത്തേ ഉള്ളൂ. ദുനിയാവിൽ എന്തില്ല, റിസൾട്ടുകളെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരെ, അതിനെക്കുറിച്ച് വല്ലാതെ ആകുലപ്പെടേണ്ടതില്ല സഹോദരങ്ങളെ, ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുക. ഒതു എടുക്കുമ്പോൾ പോലും നിങ്ങൾ നന്നായി ഒതു എടുക്കുക. ഇപ്പൊ നമുക്ക് വെറുതെ സിമ്പിളായിട്ട് ഒതു എടുക്കുക, ഒരു ഓർമ്മ ഉണ്ടാവില്ല ഒതു എടുത്തു എന്ന്. ചില ആൾക്കാർ ഒതു എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഉള്ളതുകൊണ്ട് ഒതു എടുത്തു എന്ന് ഓർമ്മ ഉണ്ടാവും. അത്രയും ബോധമില്ലാതെ പോയിട്ട് ചില ആൾക്കാർ സിനിമ പാട്ടൊക്കെ പാടി ചിക്ക് ചിക്ക് പൊക്ക് റെയിലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം ഒന്നുണ്ടാക്കാനാണ്. അപ്പൊ എന്താ അങ്ങനെ ഒന്നുണ്ടാക്കിയാലും ഒന്നുമാവും, ഒന്നുവിന്റെ ബാധ്യത കൂടും. പക്ഷെ എന്താണ്, നമ്മൾ നല്ല ഒതുടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒതുടുക്കുമ്പം ബിസ്മിയെ അല്ലെ നമ്മൾ ബിസ്മി ചൊല്ലി പടച്ചോനോർത്ത് എന്താണ് ഈ പാപങ്ങളൊക്കെ എന്താണ് നല്ലൊരു കാര്യം ചെയ്യണോണ്ടല്ലോ ബിസ്മി കേട്ടോ. അതേപോലെ പാപങ്ങളൊക്കെ ഇപ്പൊ കയ്യിന്റെ വെള്ളം എന്താണ് കഴുകുമ്പം ആ പാപങ്ങൾ എന്ത് ചെയ്യും, അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ പടച്ചോനെ ഈ പാപങ്ങളൊക്കെ പോട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിച്ച് പിന്നെന്താണ്, നാളെ മഹ്ശറയിൽ എൻ്റെ ഉമ്മത്ത് തിളങ്ങി നിൽക്കുമെന്നാണ്, ഒളുവിൻ്റെ അവയവങ്ങൾ പ്രകാശിക്കുമെന്നാണ്. അപ്പൊ എന്താണ്, കൈ കഴുകുമ്പോൾ എൻ്റെ കൈയൊക്കെ നല്ലോണം തിളങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നന്നായി കയറ്റി കഴുകി നമുക്ക് ഒന്ന് ലെവല് ഒന്നും കൂടി വൈബ് കൂട്ടിയിട്ട് ഒതുടുക്കാൻ പറ്റും അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് നന്നാക്കി ഒതുടുക്കുക. അങ്ങനെ ചെയ്യണ കാര്യങ്ങൾ നമ്മളെ എഫർട്ടിനാണ് അള്ളാഹു പ്രതിഫലം നൽകുക, റിസൾട്ടിനല്ല. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്കറിയാം. ഇപ്പൊ ഞാനൊക്കെ പഠിച്ച കാലത്ത് എന്താ വെച്ചാൽ എൻ്റെ കൂടെ അത്ര ഭയങ്കര ബുദ്ധിയൊന്നുമില്ല, നമ്മൾ നല്ലോണം പഠിക്കണോണ്ട് നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ നമ്മളെ കൂടെ ചില ആൾക്കാരുണ്ട്, ഒരു പരീക്ഷന്റെ തലേന്ന് സിനിമക്ക് പോവും, പക്ഷെ നമ്മളെക്കാൾ മാർക്ക് കിട്ടും. ഭയങ്കര ബുദ്ധിയാണ്, ഓൻ ഒരിട്ട ക്ലാസ് കേട്ടാൽ മതി, പുസ്തകം കൂടി വായിക്കണ്ട. അപ്പൊ ഓൻ പരീക്ഷന്റെ തലേന്ന് TV റൂമിലും മാച്ചൊക്കെ കണ്ട് നടക്കണം, നമ്മളിങ്ങനെ തല കുത്തി മറിഞ്ഞ് നമുക്ക് ഓൻ്റെ അത്ര മാർക്ക് കിട്ടൂല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു അനീതിയാണിത്. പക്ഷെ പടച്ചോന്റെ അടുത്ത് എന്തായിരിക്കും, എഫർട്ടിനാണ് പ്രതിഫലം, റിസൾട്ടിനല്ല, എഫർട്ടിനാണ്. നമ്മളെടുത്ത എഫർട്ട് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഓരോ പ്രവാചകന്മാര് നാളെ മഹ്ശറയിൽ വരുന്നൊരു സീനുണ്ട്. ചില നബിമാരുടെ കൂടെ ആരുണ്ടാവില്ല. കാലങ്ങളോളം ദഅവത്ത് നടത്തിയിട്ട് ഒരാളും കിട്ടാത്ത നബിമാര് നാളെ മഹ്ശറയിൽ വരുമെന്നാണ്. അവരൊന്നും പരാജിതരല്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം എത്ര വർഷമാണ് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്, വിരലെണ്ണാവുന്ന ആളുകളാണ്. നിങ്ങൾ ഇന്ന് നൂഹ് നബിന്റെ വർക്ക് എടുത്തിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് അതിന്റെ പ്രോഗ്രസ് ബാർ ഡയഗ്രം ഉണ്ടാക്കാൻ പറഞ്ഞു നോക്കി. 10 വർഷത്തിലെ നൂഹ് നബിന്റെ പ്രോഗ്രസ്, ഓരോ 100 വർഷം കൂടുമ്പോഴും നൂഹ് നബിന്റെ പ്രോഗ്രസ്, ഒരു പ്രോഗ്രസ്സും ഇല്ല. ആകെ കുറച്ച് ആൾക്കാരാ മുസ്ലിമായിട്ട്. പക്ഷേ നൂഹ് നബി ആരാണ്, ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ്. ഏറ്റവും ടോപ്പായിട്ടുള്ള 5 പ്രവാചകന്മാരിൽ ഒരാളാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അത്രയും എഫർട്ട് എടുത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഫർട്ടിനാണ് എന്താണ് ദീനിൽ പ്രാധാന്യം. എന്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നജ്മിലെ ആയത്താണ്. മനുഷ്യൻ അവൻ താൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെടുത്ത എഫർട്ട് അതാണ് നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ വിചാരണ വരാൻ പോകുന്നത് എന്താണ്, നമ്മൾ എന്താണോ ചെയ്തത് അതായിരിക്കും. അത് നന്മയാണോ, ശരിയായ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്ത നന്മയാണെങ്കിൽ നമ്മൾ രക്ഷയുടെ മാർഗത്തിലായിരിക്കും. അല്ല, നമ്മൾ ചെയ്തത് തിന്മയാണെങ്കിൽ, ശരിയായ വിശ്വാസമില്ലാതെയാണ് നമ്മൾ മരിച്ചു പോയതെങ്കിൽ നമ്മൾ നഷ്ടക്കാരായി മാറും. ഈ ഒരു വിചാരണയാണ് മരണാനന്തര ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ മീഡിയകളും ഇവിടെ ഈ ലോകരെല്ലാം നമുക്ക് മുമ്പിൽ വിരിച്ചു കാണിക്കുന്ന ചില വൈബുകളുണ്ട്, ചില വൈബുകളും ചില കാര്യങ്ങൾ. അത് നേടിയിട്ടില്ലെങ്കിൽ, ഇത് നേടിയിട്ട് നിങ്ങളുടെ ജീവിതം പരാജയമാണ്. 25 വയസ്സാകുമ്പോഴത്തിന് ജോലി കിട്ടിയില്ലെങ്കിൽ, 30 വയസ്സാകുമ്പോഴത്തിന് ഒരു 6 അക്ക ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെടും. നിങ്ങൾ ഒരു കോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയത്തിലാണ്. നിങ്ങൾക്ക് 2 കാലം ഇപ്പൊ ചില പെൺകുട്ടികളോട് ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയും, എന്താണ്, ഒരു ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതം നഷ്ടമാണ്. വലിയ മണ്ടത്തരാണ്, വലിയ മണ്ടത്തരം. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികളെ ഒരു സിറ്റുവേഷൻ എന്താ ചോദിച്ചാൽ, ആർക്കും കല്യാണത്തിന് താല്പര്യമില്ല. കല്യാണം ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ, കോഴ്സ് കഴിഞ്ഞിട്ട് റിസർച്ച് നടത്തട്ടെ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇങ്ങനെ ഇൻപുട്ട്? വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെയുള്ള ഇൻപുട്ട് എന്താണ്?
എൻ്റെ വാപ്പാൻ്റെ ഒപ്പം ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഗതിയിലായത്. ഉമ്മ പറയാ, മോളിങ്ങനെ കേക്ക് ഒരു ദിവസം 10 വട്ടം, എൻ്റെ വാപ്പാൻ്റെ ഒപ്പം ജീവിച്ചുകൊണ്ടാണ് ഈ ഗതി. ഞാൻ PhD സ്കോളറാണ്, എന്നെ ജോലിക്ക് വിട്ടില്ല, ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് നിരക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് മകളോട് 10 വട്ടം പറയുമ്പം ആ മകൾ എന്തെങ്കിലും കല്യാണത്തിന് സമ്മതിക്കുമോ? അങ്ങനത്തെ മോശമായ ഇൻപുട്ടുകൾ ഫാമിലി ലൈഫിനെ കുറിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ കൊടുക്കുകയാണ്. പുറത്ത് മോട്ടിവേഷനോ ആളുകൾ പറയണത് എന്താണ്? അങ്ങനെ ആകണം, 2 കാലിൽ നിൽക്കണം, സ്വന്തം സാലറി വാങ്ങണം. സഹോദരങ്ങൾ, ഇതൊക്കെ ശരിയാണ്, ഇതിലൊക്കെ ചില ശരികളുണ്ട്. പക്ഷെ എന്താ അറിയോ, ഇതൊക്കെ അവസാനിക്കുന്ന ഒരു സമയം വരും. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടത്തിയിട്ടുള്ള ഡാറ്റ നിങ്ങൾ അനലൈസ് ചെയ്ത് പരിശോധിച്ച് നോക്കി. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്ത ആളുകൾ അവിവാഹിതരായ ആളുകളാണ്. കാരണം നിരാശ വരുമ്പം ഇനി ജീവിതത്തിന് എന്താ ഉള്ളത്? മറ്റു ചില ആളുകൾ എന്താ പറയാ, ഈ മക്കളില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് ചില സ്ത്രീകൾ പറയും. എൻ്റെ മക്കൾ ആലോചിച്ചിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ, എന്തിനാ ജീവിക്കണ്, മരിക്കന്നെ. അതുകൊണ്ട് സൂയിസൈഡ് എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ചാൽ അവിവാഹിതരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ആകുന്നതും അത് കാരണം സൂയിസൈഡിലേക്ക് പോകുന്നു. കാരണം ഈ ജോലി, ഈ പദവി, നമ്മൾ ലക്ഷ്യം കാണുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ വൈബ് അവസാനിക്കുന്ന ഒരു സമയം വരും. ഇതൊക്കെ കുറെ ഷോർട്ട് ലിമിറ്റഡ് ആണ്. ഇതൊക്കെ വളരെ ചെറിയ ഒരു സ്പാനിൽ ഉണ്ടാവുള്ളൂ. ഏത് സന്തോഷവും അത് കുറച്ച് സമയം നീണ്ടിക്കുള്ളൂ. അതാണ് ദുനിയാവിന്റെ സന്തോഷങ്ങളുടെ പ്രത്യേകത. ദുനിയാവിന്റെ സന്തോഷങ്ങൾ നൈമിഷികമായിരിക്കും. അതിന് കുറെ ഷർത്തുകളും കുറെ ഫർളുകളൊക്കെ ഉണ്ട്. ആ ഷർത്തും ഫർളൊക്കെ ഒന്നിച്ച് വന്നാലേ നമുക്കൊരു സന്തോഷം ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ നല്ലൊരു മന്തി അത് ഓർഡർ ചെയ്തിട്ട് അത് തിന്നാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഓർഡർ ചെയ്തു, അത് സാധനം പാർസലെത്തി, കുട്ടികളോട് പറഞ്ഞത് ഹോംവർക്കൊക്കെ തീർത്ത് എല്ലാവരും പഠിത്തും 8:30 മണിക്ക് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. മന്തി ഇങ്ങനെ വന്ന് നിൽക്കുക, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, ഓപ്പൺ ആക്കിയിട്ടില്ല. ആ 8:25 ആയപ്പം നമ്മൾ ചെറിയ മോള് സ്റ്റെയർ കേസിന്റെ മേലെ നിന്ന് താഴേക്ക് വീണു. എന്തായി? പരിക്ക് പറ്റി, തല പൊട്ടി, ചോര വന്നു, ബോധമില്ല, ആശുപത്രി കൊണ്ടുപോയി, CT സ്കാൻ എടുത്തു, ചെറിയ ബ്ലീഡിംഗ് ഉണ്ട്, ICUയിൽ കിടക്കാണ്. ആ മന്തി ആരെങ്കിലും പൊട്ടിച്ച് തിന്നുവോ? ആ മന്തി പൊട്ടിച്ചാലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതെന്താണ്? അവിടെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ സന്തോഷത്തിനും ഈ ആസ്വാദനങ്ങൾക്കൊക്കെ കുറെ പരിധികളും പരിമിതികളും ഈ ദുനിയാവിലുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു സന്തോഷമുണ്ട് നാളെ പരലോകത്ത്. അവിടെ അങ്ങനത്തെ യാതൊരു പ്രയാസമില്ല. അപ്പൊ അതുകൊണ്ട് ആ ജീവിതത്തിലേക്കുള്ള പ്രയാണമാണ് ഈ ജീവിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള നമ്മൾ കുറേ സ്വപ്നങ്ങൾ കണ്ട്, നിങ്ങൾ ആകാശത്തോളം സ്വപ്നം കണ്ടോളി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ട് ആ സ്വപ്നത്തിൽ കുറച്ച് ആൾക്കാർക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ആ സ്വപ്നത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളൊക്കെ ജീവിതത്തിൽ നിരാശപ്പെടുന്നൊരവസ്ഥ. നിങ്ങൾ നോക്കി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളല്ല, സമ്പന്ന രാജ്യങ്ങളാണ്. ഇപ്പൊ കൊറിയയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാ പുഴന്റെ വക്കത്തും എന്തുണ്ടാവും? അവിടെ ഫോൺ വെച്ചിട്ടുണ്ടാവും. എന്താ കാരണം? കൊറിയയില് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി കയറ് വാങ്ങാൻ കിട്ടൂല, ബിൽഡിങ്ങുമ്പോ കുളത്തുണ്ടാവില്ല. കാരണം ആത്മഹത്യ ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധ്യതയുള്ള ആളുകളാണ് അവിടെ. അപ്പൊ അവർക്ക് റൂമിലൊന്നും കുളത്ത് കൊടുക്കൂല, കുളത്തിടാൻ പാടില്ല. അവിടെ ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ മാർഗവും കൊറിയൻ സർക്കാർ ഇല്ലാതാക്കിയാണ്. ആകെയുള്ള മാർഗം എന്താ പറയുക? പൊയി ചാടി മരിക്കുക. അപ്പൊ അവിടെ ആൾക്കാർ പൊയി ചാടിയിട്ടാ മരിക്കുക. അപ്പൊ എന്താ വെച്ചാൽ പൊയന്റെ പക്കത്തൊക്കെ ഫോണ് കൊണ്ടുവച്ചേക്കാണ്. എന്നിട്ട് അവിടെ എഴുതിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് സങ്കടമുണ്ടോ ഈ ഫോണിൽ സംസാരിക്കൂ. അപ്പൊ ആ ഫോണിന്റെ അറ്റത്തൊരു കൗൺസിലർ ഉണ്ടാവും, നിങ്ങൾ ഇപ്പൊ ചാടരുതിട്ടോ, ഇപ്പൊ ചാടാൻ പാടില്ല, ജീവിതത്തെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പൊ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അവിടെ സന്തോഷം എന്നതും ജീവിത ലക്ഷ്യം എന്നതും വിജയം എന്നതൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചേക്കാണ്. നല്ല ലുക്ക് വേണം, നല്ല ചുറുക്ക് വേണം. അപ്പൊ അത് ചുറുക്കില്ലാത്തവന് സന്തോഷം ഉണ്ടാവില്ല. അവന്റെ ബോഡി ഓന് വലിയ തടിയുണ്ട്, വയറുണ്ട്, ഓന് ഗേൾ ഫ്രണ്ടിനെ കിട്ടണില്ല, അപ്പൊ ഓന് സങ്കടമായി, ഓൻ പോയി സൂയിസൈഡ് ചെയ്യുക. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ സന്തോഷം എന്താണ്, വിജയം എന്താണ്, ജീവിതം എന്താണ് എന്നൊക്കെ ആളുകൾ നൽകുന്ന ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിക്കുന്നവര് അവസാനം അതൊന്നും കിട്ടാതെ വരുമ്പം നിരാശയിലേക്ക് പോകുന്ന, സങ്കടത്തിലേക്ക് പോകുന്ന, കൗൺസിലിംഗ് സെന്ററുകളിലേക്ക് പോകുന്ന, അത് അവസാനിക്കാതെ ആത്മഹത്യയിലെത്തുന്ന വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ആത്മഹത്യ പ്രവണത കൂടി വരികയാണ്. അതേപോലെ തന്നെ സൂയിസൈഡിൽ തോട്ട്സുകൾ കൂടി വരികയാണ്. അതേപോലെ കൗൺസിലിംഗിന് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് എങ്ങോട്ടാണ്? കൗൺസിലിങ്ങിലേക്കാണ്. എല്ലാ ജോലിയും ചെയ്യുന്ന നമ്മൾ വിചാരിക്കും അയാൾക്കൊരു പ്രശ്നമില്ലാന്ന്, പക്ഷേ അയാൾക്ക് മാനസികമായ സംഘർഷങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ സെലിബ്രിറ്റികളാണ്, വിജയിച്ചു എന്ന് വിചാരിക്കുന്ന പല ആളുകളുടെയും
സ്വകാര്യ ദുഃഖങ്ങളും അവരുടെ മാനസിക സംഘർഷങ്ങളും നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് ജീവിത വിജയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തൊരത്ഭുതമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, വല്ലാത്തൊരു ഹദീസാണ്. ഈ ഗാസയുമായി ബന്ധപ്പെട്ട് ഈ ഗാസ വാറ് നടക്കുന്ന സന്ദർഭങ്ങളിൽ ഒട്ടനവധി വീഡിയോസുകൾ പുറത്തിൽ വന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വീഡിയോ, ഒരു കുട്ടി ഒരു സ്ലിങ്ങൊക്കെ ഇട്ടിട്ട്, ഒരു ചെറിയ ആൺകുട്ടി, നമ്മുടെ നാട്ടില് മദ്രസയിലേക്ക് അങ്ങനെ പോയി തുടങ്ങുന്നുണ്ടാവുള്ളൂ, ആ ഒരു പ്രായത്തിലുള്ള ആൺകുട്ടി ഒരു ഹദീസ് പറയുന്നുണ്ട്. ഈ ഹദീസ് അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തൊരത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ ലഹു ഖൈർ, അവനെല്ലാം ഖൈറാണെന്നാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് മുഅ്മിൻ അല്ലാതെ മറ്റൊരാൾക്കും അങ്ങനെ കിട്ടൂല എന്നാണ്. എന്താണ്? ഇൻ അസ്വാബതുഹു സറാ, അവനൊരു സന്തോഷം ഉണ്ടായാൽ ശക്കറ, അപ്പോൾ നന്ദി കാണിക്കും. നമുക്കൊരു അനുഗ്രഹം, പരീക്ഷ ജയിച്ചു, നമുക്ക് ഒരു വണ്ടി, നമ്മൾ കാറ്, അതിലേക്ക് കയറുമ്പോൾ തന്നെ എന്താണ്, ആ കയറുമ്പോൾ ബിസ്മില്ലാ കയറുക. പിന്നെ നമ്മളെ പ്രാർത്ഥിച്ചിട്ടാണ് ആ സ്റ്റെയറിങ് പിടിക്കുക, അല്ലെങ്കിൽ സ്റ്റാർട്ടാക്കുക. പടച്ചോനെ വീട്ടിലെത്തിക്കണേ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പ്രാർത്ഥിച്ച്, ഒരു അപകടമൊന്നുമില്ലാതെ വീട്ടിലെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുക, അല്ലെങ്കിൽ വണ്ടി നമ്മൾ അവിടെ നിന്ന് എടുക്കുള്ളൂ. ആ വണ്ടി കാണുമ്പം തന്നെ വല്ലാത്ത ആ ചൂടിൽ നിന്ന് നമ്മളെ വണ്ടിൻ്റെ AC യിലേക്ക് നമ്മൾ കയറുമ്പം അള്ളാഹു വലിയൊരു അനുഗ്രഹമാണ്, ഔദാര്യമാണ് എന്നോട് കാണിച്ചത് എന്ന ഒരു നന്ദി. അതാണ്, എന്തൊരു സന്തോഷം ഉണ്ടായാലും അവൻ നന്ദി കാണിക്കുമെന്നാണ്. എന്നിട്ടോ ഇൻ അസാബതുഹു വ ഇൻ അസാബതുഹു ലറാ, അവനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഒരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും. ഒരു സന്തോഷം ഉണ്ടായാൽ അവൻ നന്ദി കാണിക്കും. അതുകൊണ്ട് അവന് എല്ലാം ഖൈറാണ്, അവൻ്റെ കാര്യം അത്ഭുതമാണെന്നാണ്. അവൻ്റെ ശരീരത്തിൽ തറക്കുന്ന ഒരു മുള്ളിന് പോലും, ആ വേദനയ്ക്ക് പോലും അവന് പ്രതിഫലമുണ്ട്. മാനസികമായി ശാരീരികമായി എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ. ഇപ്പൊ പുതിയ ഒരു പുതിയ ഐഫോൺ വാങ്ങി, ഐഫോൺ 14 വാങ്ങണം വിചാരിച്ചു, ഇല്ല. അപ്പോൾ ആരോ പറഞ്ഞു 15 ഇറങ്ങും, അതൊന്നും കൂടി അടിപൊളി കാരണം. അപ്പോൾ കുറച്ചു നേരം കൂടി കാത്തുന്നു, 15 ഇറങ്ങട്ടെ വിചാരിച്ചു. ഒരു 15 ഇറങ്ങി, കൈ കിട്ടി, ആപ്പിൾ സ്റ്റോറിൽ പോയി വാങ്ങി. അന്ന് നോക്കുമ്പോൾ ഇതിന് സ്ക്രീൻ ഗാർഡ് ഇടാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അന്വേഷിച്ചപ്പോൾ അതിന് ഒത്ത സ്ക്രീൻ ഗാർഡ് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഫോൺ കയ്യിൽ കിട്ടി, പിറ്റേന്ന് തന്നെ അത് ചാടി അതിൻ്റെ സ്ക്രീന് പൊട്ടി, അല്ല അതിന് സ്ക്രീനിന്മേൽ വര വീണു. എന്തൊരു സങ്കടമാണ്, എന്തൊരു വിഷമാണ് മനസ്സക്ക്. സങ്കടം ഉണ്ടാവും, പക്ഷെ ഒരു വിശ്വാസിയാണോ ആ സങ്കടത്തിന് ഇങ്ങനത്തെ അള്ളാഹു പ്രതിഫലം നൽകും. വെള്ളിയാഴ്ച ദിവസം നല്ല വെള്ള ഷർട്ടിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചപ്പം മഞ്ഞ കറിയായി, അല്ലേ? ബിരിയാണിന്റെ കൂടെയുള്ള ചുവന്ന അച്ചാറിന്റെ ഒരു തുള്ളി വീണു. സങ്കടമാണ്. പുതിയ വെള്ള ഷർട്ടിൽ ഒരു മഞ്ഞ അടയാളം വരുമ്പം അത് മനസ്സക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കും. അത് ഷർട്ട് ഇടുന്നോനെ മനസ്സിലാവുള്ളൂ. ആ സങ്കടത്തിന് പോലും നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ്. ആ പ്രതിഫലം ആഗ്രഹിക്കണം. അത് ആഗ്രഹിച്ചാലേ കൂലിട്ടുള്ളൂ. നിങ്ങൾ ഇന്ന് സുബൈക്ക് പള്ളിക്ക് പോവാണ്, സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. സുബൈന്റെ മുമ്പത്ത് 2 റക്അത്ത് സുന്നത്ത് ദുനിയാവ് മുഴുവൻ കിട്ടിയതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറാണ് സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ പള്ളിയിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കി, പള്ളിയിൽ ചെന്നു, പള്ളിയിൽ ജമാഅത്ത് തുടങ്ങിയിട്ടില്ല, ഇനിയും സമയമുണ്ട്, നമുക്ക് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ആ സുന്നത്ത് നിസ്കരിക്കുമ്പം നമുക്ക് എന്തൊക്കെ നിയ്യത്ത് വെക്കാം? സുബൈന്റെ മുമ്പുള്ള 2 റക്അത്തിന്റെ സുന്നത്ത് വെക്കാം. പിന്നെ നമുക്ക് പള്ളിയിൽ കയറുമ്പോഴുള്ള 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കരിക്കാം, അതിന്റെ നിയ്യത്ത് വെക്കാം. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, അതിന്റെ നിയ്യത്ത് വെക്കാം. ഒളു ഉണ്ടാക്കിയ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, ആ ഒളുവിന്റെ 2 റക്അത്തിന്റെ സുന്നത്ത്. ഇങ്ങനെ 4 നമസ്കാരത്തിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഈ 4 നിസ്കാരത്തിൻ്റെയും പ്രതിഫലം കിട്ടും. പക്ഷേ ആ 4 നമ്മൾ മനസ്സിൽ നിയ്യത്ത് ഉദ്ദേശിക്കണം. അതാർക്കേ കിട്ടുള്ളൂ? ഈ അറിവുള്ളവനെ കിട്ടുള്ളൂ. പള്ളിയിലേക്ക് നമ്മൾ സുബൈക്ക് നടന്നു പോവുകയാണ്. അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. സുബൈ കഴിഞ്ഞാൽ ഒരായത്ത് പറയും, അതിന്റെ ആശയം പറയും, അതും കൂടി കേട്ടിട്ടേ നമ്മൾ തിരിച്ചു പോരുള്ളൂ. ആ ഒരു സദസ്സിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ ആ നിസ്കാരം കഴിഞ്ഞ് ആ ഖുർആനും കഴിഞ്ഞ് തിരിച്ചു പോരുകയാണെങ്കിൽ നിങ്ങളുടെ നടത്തത്തിന് ഹജ്ജ് ചെയ്ത കൂലി എന്നാണ്. ഹജ്ജിന് പോകുമ്പോൾ ഒരാൾക്ക് ആ ഹജ്ജിന്റെ ഇഹ്റാം കെട്ടി ഉണ്ടാവുന്ന ആ കൂലിയാണ് ആ ഒരു നടത്തത്തിനും ആ ഇരുത്തത്തിനുമുള്ളത് എന്ന് ഹദീസിൽ കാണാം. അത് കിട്ടണമെങ്കിലോ ആഗ്രഹിക്കണമെങ്കിലോ അതറിയണം. അതാണ് ഇൽമുള്ളവരുടെ പ്രത്യേകത, അറിവുള്ളവരുടെ പ്രത്യേകത. അതാണ് ആ അറിവ് ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ചാലോ
കൊടുക്കാൻ സാധിച്ചാൽ അത് കേട്ടുകൊണ്ട് ആരെങ്കിലും ആ ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഒരു ഓഹരി അയാൾക്ക് ഉണ്ടാവുന്നതാണ്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അദ്ദേഹം റിയാദുസ് സ്വാലിഹീൻ എഴുതുമ്പം അതിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട് എന്തിനാണ് റിയാദുസ് സ്വാലിഹീൻ എഴുതിയത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചിതറിക്കിടക്കുന്ന വ്യത്യസ്തമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചിതറിക്കിടക്കുന്ന ചെറിയ ചെറിയ ചില ഹദീസുകൾ, അത് ആളുകളെ അമൽ ചെയ്യാൻ വേണ്ടി പ്രേരണ നൽകുന്ന ഈ ഹദീസുകൾ ഒരു കിതാബിലേക്ക് എടുത്തെഴുതിയത് എന്തിനാണ്? അത് ആളുകൾ വായിച്ച് ആളുകൾ അതുകൊണ്ട് അമൽ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടണം എന്നാഗ്രഹിച്ചു കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് 160ഓളം ഭാഷയിൽ ഇമാം നവവിയുടെ റിയാദുസ് സ്വാലിഹീൻ ഉണ്ട്. നിങ്ങൾ ഇന്ന് കായംകുളത്തെ ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് റിയാദുസ് സ്വാലിഹീന്റെ മലയാളമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മിനിമം 3 എണ്ണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്നേരും. ഏതാ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഏതാ വേണ്ടത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇമാം നവവി ആ ഒരു ഉദ്ദേശത്തോടെ എഴുതിയ കിതാബ് ഇന്നും നമ്മുടെ മുമ്പിൽ ലോകത്തെ വ്യത്യസ്ത ഭാഷകളിൽ അത് കാണുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ശേഷം, നമ്മുടെ മരണത്തിന് ശേഷം ഇവിടെ എന്ത് ബാക്കിയാവും? ആ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വന്നു ചേരാൻ പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ ചില വഖഫ് ചെയ്യും. ഇന്ന തെങ്ങ്, ആ തേങ്ങ പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, ഇന്ന കടയുടെ വാടക, അത് ആ ഇന്ന സ്ഥലം, അത് പള്ളിയിലേക്ക് വഖഫ് ചെയ്യും. എന്തിനാണ്? ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു ജാരിയത്തായ സ്വതക്ക നിലനിൽക്കുവോളം അതിൻ്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നു ചേരും. സഹോദരങ്ങളെ, മരിച്ചു പോകുന്നതോടുകൂടി നമ്മളൊക്കെ എന്താണ്? നമ്മുടെ സങ്കടം എന്താണ്? ഇവിടെ വിട്ടേച്ചു പോയ നമ്മുടെ ഭാര്യയെക്കുറിച്ചാണ്, നമ്മുടെ മക്കളെക്കുറിച്ചാണ് നമ്മുടെ സങ്കടം. എന്നാൽ നമ്മൾ സങ്കടപ്പെടേണ്ടത് നമ്മൾ ബാക്കിയാക്കിയവരെ പറ്റിയല്ല നമ്മൾ സങ്കടപ്പെടേണ്ടത്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, ഖബറിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ വീട് വെച്ചില്ലെങ്കിലും അവർ വീട് വെക്കും സഹോദരങ്ങളെ. നിങ്ങൾ അവർക്ക് ഒന്നും അനന്തരാവകാശമായി നൽകിയില്ലെങ്കിലും അവർ ജീവിക്കും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് എന്താണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ആത്മാർത്ഥമായി ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് ചോദിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചെറിയൊരു പ്രയാസം, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അവിടെ തട്ടി നിൽക്കേണ്ടവനല്ല ഒരു വിശ്വാസി. നിങ്ങൾ നോക്കി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആൺകുട്ടികൾ മുഴുവനും മരിച്ചുപോയി. നബിയുടെ ആൺകുട്ടികളും ഒക്കെ മരിച്ചുപോയി. ആ ഒരു കുട്ടി മരിച്ച് അതിൻ്റെ മയ്യത്ത് കാണാൻ പോകുന്ന സന്ദർഭത്തിൽ സഹാബിമാരുടെ കൂടെ പോവാണ്. മുആദ് ഇബ്നു ജബൽ ഉണ്ട്, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഉണ്ട്, പിന്നെ ഉബയ്യ് ഇബ്നു കഅബ് ഉണ്ട്. ഈ 3 സഹാബിമാരുടെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോണ്. ആ കുട്ടിയുടെ മയ്യത്ത് നബി കയ്യിലെടുത്തിട്ട് നബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നപ്പം, എന്താണ് താങ്കൾ കരയുകയാണോ എന്ന് സഹാബത്ത് ചോദിച്ചപ്പം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താണോ, എന്താണ് ഫീ ഖുലൂബിൻ മൻ, എന്താണ് ഹാദിഹി റഹ്മത്തുൻ, ഇത് കാരുണ്യമാണ്. ജഅലഹല്ലാഹു തആല ഫീ ഖുലൂബി ഇബാദിഹി, അവന്റെ അടിമയുടെ ഹൃദയങ്ങളിൽ അവൻ നിക്ഷേപിച്ച കാരുണ്യം കൊണ്ടാണ് ഈ കണ്ണുനീർ വരുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിക്ക്, എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ ആലോചിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂല് വിശ്വാസം പ്രഖ്യാപിച്ചപ്പം 2 പെൺകുട്ടികളെ ഡൈവോഴ്സ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹിലിയത്തിൽ നേരത്തെ കല്യാണം കഴിച്ചു പോയ മൂത്ത 2 പെൺകുട്ടികളെ അവരുടെ ഭർത്താക്കന്മാര് ഡൈവോഴ്സ് ചെയ്തു. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് കൊണ്ട് ജനിച്ച ആൺകുട്ടികൾ മുഴുവനും മരിച്ചുപോയി, യതീമായി ജനിച്ചു, പിതാവില്ലാതെ ജനിച്ചു. 6 വയസ്സായപ്പോൾ മാതാവ് മരണപ്പെട്ടു. 8 വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് പിതാമഹൻ മരണപ്പെട്ടു. 8ാമത്തെ വയസ്സിൽ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ദരിദ്രനായ അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബിന്റെ വീട്ടിൽ പല ദിവസവും പട്ടിണിയായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ കാണാം. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് വീട് മാറിപ്പോയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടിയത്. നമ്മളെന്താ വിചാരിക്കുക? നബിക്ക് കച്ചവടത്തിന് പോകാൻ വേണ്ടിയിട്ട് നബി വീട്ടിലൊരു പേടിക്ക് ഒരാളെ കൊണ്ടതാണ്, അനിയന്റെ മോനെ കൊണ്ടതാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. അല്ല സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഇബ്നു ഹിശാം അദ്ദേഹത്തിന്റെ സീറയിൽ പറയുന്നുണ്ട്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബിവിയുടെ കൂടെ കല്യാണം കഴിഞ്ഞ് വീട് മാറിപ്പോയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അബൂ ത്വാലിബിന്റെ വീട്ടിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കൂടെ കൂട്ടിയത് എന്തിനാ അറിയോ? ആ ഒരാൾ കുറഞ്ഞാൽ അവിടെ
പട്ടിണി കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ കിട്ടുന്ന ആളുകൾക്ക് ഭക്ഷണം കൂടുതൽ കിട്ടുമല്ലോ ഒരാളുടെ അംഗസംഖ്യ കുറഞ്ഞാൽ എന്നതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ കൂട്ടിയത്. അത്രയും ദാരിദ്ര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പുറത്താക്കി. നാട്ടുകാരും വീട്ടുകാരും പുറത്താക്കി സഹോദരങ്ങളെ. അവസാനം ആ മലഞ്ചെരുവിന് 3 വർഷം അഭയം പ്രാപിച്ച് മൃഗങ്ങൾ ഭക്ഷിക്കുന്നത് പോലെ ഇല ഭക്ഷിച്ച് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിക്കേണ്ടി വരുന്ന ഒരു പ്രവാചകനെ ലോക ചരിത്രം തിരുത്തിയ ആ മഹാനേതാവ് സഹോദരത്തിന് മഹാനേതാവിന് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു സഹോദരങ്ങളെ. അതേപോലെ തന്നെ ആ മക്ക ഉപേക്ഷിച്ച് മദീനയിലേക്ക് യാത്ര പോകേണ്ടി വന്നു. നിങ്ങൾ നോക്കി, സൂറത്തു യൂസുഫ് എപ്പോഴാണ് ഇറങ്ങിയത്? സൂറത്തു യൂസുഫ് എപ്പോഴാണ് ഇറങ്ങിയത് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ നാട്ടുകാരും വീട്ടുകാരുമെല്ലാം ഉപേക്ഷിച്ച് നബി വലിയ സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചപ്പോഴാണ് സൂറത്തു യൂസുഫ് ആദ്യം മുതൽ അവസാനം വരെ യൂസുഫ് നബിന്റെ കഥ പറഞ്ഞത്. സ്വന്തം സഹോദരങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം പിതാവിലേക്ക് തിരിച്ചു വരുന്ന, പിതാവുമായി കണ്ടുമുട്ടുന്ന ആ വലിയ സന്തോഷം പങ്കുവെക്കുന്ന ഒരു തിരിച്ചുവരവുണ്ടാകും എന്ന സന്തോഷത്തിന്റെ സൂചന നൽകിക്കൊണ്ട് സൂറത്തു യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ നബിക്ക് ശക്തി നൽകിക്കൊണ്ടാണ് സൂറത്തു യൂസുഫ് അവതരിച്ചത്. നിങ്ങൾ നോക്കി, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ നിങ്ങൾ അത് വായിക്കേണ്ട കഥയാണ്, അത് അറിയേണ്ട കഥയാണ്. ഒരു മഹാനായ പ്രവാചകൻ സഹോദരങ്ങളാൽ കിണറ്റിലെറിയപ്പെട്ട് ഒരു ദരിദ്ര ബാലനായിക്കൊണ്ട് ചന്തയിൽ വിൽക്കപ്പെട്ട് ഒരു കൊട്ടാരത്തിലെത്തി അവിടെ നല്ലൊരവസ്ഥയിൽ ജീവിക്കുമ്പം ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വരിക. എന്നിട്ടും യൂസുഫ് നബി അവിടുന്ന് പറഞ്ഞ എന്താ? അഹബ്ബ സിജ്ൻ, ഞാൻ ജയിലാണ് ഇഷ്ടപ്പെടുന്നത് എന്നാണ്. കാരണം അത് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം പേടിച്ചത്, ഭയപ്പെട്ടത്, സ്നേഹിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പാഠം, ഒരു ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം, നല്ലൊരു യുവത്വത്തിന്റെ കാലഘട്ടം, വർഷങ്ങളോളം തെറ്റായ ആരോപണത്തിന്റെ പേരിൽ ജയിലിൽ താമസിക്കേണ്ടി വന്ന ഒരു പ്രവാചകന്റെ കഥ. അതെന്തിനാണ് സഹോദരങ്ങളെ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്? ആ പ്രവാചകൻ തിരിച്ച് മാതാവിലേക്കും പിതാവിലേക്കും തിരിച്ചു മടങ്ങിയെത്തുന്ന ആ സന്തോഷത്തിന്റെ സന്ദർഭം നമുക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷ വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ വിവരിക്കപ്പെട്ട കഥയാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥ. ഇത്രത്തോളം ക്രൂരനായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച പാഠങ്ങളാണ് ലോകാവസാനം വരെയുള്ള വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത കിരാതന്മാരായ ഭരണാധികാരികളുടെ കീഴിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ വരച്ചു കാട്ടുന്ന മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഫിർഔനിന്റെയും ചരിത്രം അത് വിശ്വാസികൾക്ക് കരുത്ത് നൽകേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, മോഡിയേക്കാൾ അല്ലെങ്കിൽ ഫിർഔനിനേക്കാൾ ക്രൂരനല്ല മോഡി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡി ഇവിടുത്തെ സ്ത്രീകളെ പ്രസവിക്കാൻ അനുവദിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ആൺകുട്ടികളെ കൊല ചെയ്തിട്ടില്ല. എന്നാൽ ഫിർഔൻ നടത്തിയ വംശാത്യങ്ങൾ ആലോചിച്ച് നോക്കി, ഗർഭിണികളെ പ്രസവിച്ച ആൺകുട്ടികളാണെങ്കിൽ അതിനെ കൊന്നുകളയുന്ന അവസ്ഥ. അത്രയും വലിയ വംശഹത്യയാണ് ഫിർഔൻ നടത്തിയത്. എന്നിട്ടും അവിടെ ആ ഫിർഔനിന്റെ അധികാരത്തിന്റെ കീഴിലും അവന്റെ മൂക്കിന്റെ താഴെയും വിശ്വാസികൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. അവർ ആ അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി അവർ ആ ഭരണാധികാരികളെ നിലംപരിശാക്കിയ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ തലമുറകളിലൂടെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പീഡനത്തിന്റെ ഭയത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ മനസ്സിൽ ഇട്ടുതരുന്ന വലിയ ധൈര്യമാണ്. സൂറത്തുൽ ഖസസൊക്കെ എടുത്തിട്ട് മൂസാ നബിയുടെ ചരിത്രമൊക്കെ ഒന്നുകൂടി ഇന്ന് പോയിട്ട് വായിച്ചു നോക്കിയാൽ മതി. ആ വരികൾക്കിടയിലൂടെ അള്ളാഹു നമുക്ക് വലിയ ശക്തിയും ധൈര്യവും വിശ്വാസം കൊണ്ട് നൽകുന്നുണ്ട് എന്ന് ഓരോ ആയത്തും നമ്മളോട് പറയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതാണ് വിശുദ്ധ ഖുർആന്റെ ശക്തി. ആ ഖുർആനാണ്, ആ മെസ്സേജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയത്. അതുകൊണ്ട് ഈ ജീവിതം എന്നത് നമ്മൾ റബ്ബിന് സമർപ്പിക്കേണ്ടതാണ്. അവനാണ് മുസ്ലിം. അള്ളാഹുവിന് കീഴ്പ്പെട്ട് എനിക്ക് സ്വന്തമായി ഇഷ്ടങ്ങളില്ല, എൻ്റെ ഇഷ്ടം അത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടമാണ്. ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ വരേണ്ടത്. എനിക്കെന്തില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടമില്ല. എൻ്റെ റബ്ബിന് എന്താണോ ഇഷ്ടം, എൻ്റെ നബിക്ക് എന്താണോ ഇഷ്ടം, അതാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് ഈ താടി നീണ്ടുപോയത്, അതുകൊണ്ടാണ് ഈ പാൻറ്റിന് കുറച്ച് ഇറക്കം കുറഞ്ഞു പോയത്, അതുകൊണ്ടാണ്
ഞാനിങ്ങനെ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ബാങ്കിൽ നിന്ന് പലിശ എടുക്കാത്തത്, അതുകൊണ്ടാണ് ഞാൻ വണ്ടിയെടുക്കാൻ ലോൺ വാങ്ങാത്തത്, അതുകൊണ്ടാണ് ഞാൻ ഈ നിലപാടിൽ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ റബ്ബിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ഞാൻ എൻ്റെ നബിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയാനും അത് പ്രഖ്യാപിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനായിരിക്കണം ഈ ജീവിതം. അതിന് നമുക്കുള്ള ഗൈഡൻസ് അള്ളാഹു ആകാശലോകത്ത് നിന്ന് നമുക്ക് ഇട്ടുതന്ന അള്ളാഹുവിൻ്റെ വഹിയായ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമാണ്. ആ വഹി നമ്മൾ ഉൾക്കൊള്ളണം. അത് ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ. നിങ്ങൾ നോക്കി, ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഇട്ടു തന്ന വഹി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കരയുണ്ട്. ഞാനൊക്കെ ആദ്യം വിചാരിച്ചെന്താ അറിയോ, ഒരു ഭർത്താവ് മരിക്കുമ്പം ഏതൊരു ഭാര്യയും കരയുമെന്നാണ്. അങ്ങനെയല്ല, ആയിഷ ബീവി കരഞ്ഞത് എന്തിനാണ് എന്ന് അവർ പിന്നീട് പറയുന്നുണ്ട്. നമ്മുടെ ഉമ്മ എന്തിനാ കരഞ്ഞത്? ആകാശലോകത്തു നിന്ന് ഇറങ്ങിയ വഹി ഇനി ഇറങ്ങില്ലല്ലോ, വഹി നിലച്ചു പോയല്ലോ എന്ന സങ്കടം കൊണ്ടാണ് നമ്മുടെ ഉമ്മ കരഞ്ഞത്. കാരണം എന്താണ്, ഒട്ടേറെ വഹികൾ, ഒട്ടേറെ ആയത്തുകൾ ഇറങ്ങുമ്പം ആയിഷ റളിയല്ലാഹു അൻഹ ആ വഹിയിനൊക്കെ സാക്ഷിയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ എന്ന സൂറത്തു മുജാദിലയുടെ ആയത്തുണ്ട്. ആ ആയത്ത് ഇറങ്ങണ എപ്പോഴാണ്? ഒരു സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തർക്കിക്കാണ്. തൻ്റെ ഭർത്താവ് ഡൈവോഴ്സ് ആക്കിയ വിഷയത്തിൽ, ലിഹാർ ചെയ്ത വിഷയത്തിൽ നബിനോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കർട്ടന്റെ പിറകിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആ തർക്കം കേൾക്കുന്നുണ്ട്. ആരാണ് വന്നത് എന്നോ എന്താണ് പറയുന്നത് എന്നോ എന്നും വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു സ്ത്രീ അവിടെ നബിനോട് തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ആ കർട്ടന്റെ പിറകിൽ നിന്ന്, ആ വിരിപ്പിന്റെ പിറകിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അത്രേ മനസ്സിലായിട്ടുള്ളൂ. ഒരു സ്ത്രീ വന്ന് നബിനോട് തർക്കിക്കുന്നുണ്ട് എന്ന് മാത്രമേ ആ കർട്ടന്റെ പിറകിൽ നിന്ന് ആയിഷ ബീവിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പം ആകാശലോകത്ത് നിന്ന് വഹി ഇറങ്ങാണ്. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കുന്ന ആ സ്ത്രീയുടെ വാക്ക് 7 ആകാശങ്ങളുടെ മുകളിൽ നിന്ന്, ഹർഷിൽ നിന്ന് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കർട്ടന്റെ പിറകിൽ നിന്ന് ആയിഷ ബീവി വ്യക്തമായി കേൾക്കാത്ത കാര്യം 7 ആകാശത്തിന്റെ മുകളിൽ നിന്ന് അള്ളാഹു കേട്ടുകൊണ്ട് ഉത്തരമിറക്കുകയാണ്. അതിന് സാക്ഷിയായവരാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് വഹി എന്താണ് എന്ന് അവർക്കറിയാമായിരുന്നു. ഈ 23 വർഷം കൊണ്ട് മൈക്കൽ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ പഠനത്തിൽ ലോകത്തെ സ്വാധീനിച്ച 100 മഹത് വ്യക്തിത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം 23 വർഷം കൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിൽ ജനമനസ്സുകളെ കീഴടക്കിയ ഒരു പ്രത്യയ ശാസ്ത്രം, അത് പ്രയോഗവൽക്കരിച്ചു കൊടുത്ത് ആളുകളുടെ മനസ്സിൽ സ്നേഹം പിടിച്ച നായകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതാണ്. നമ്മൾ നോക്കി, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരു സമൂഹവും അവരുടെ നേതാവിനെ ഓർക്കുന്നില്ല. നമ്മൾ നബി എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമുണ്ട്. ഒരു നോക്ക് കാണാതെ, ഒരു വാക്ക് കേൾക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രൂപം പോലും നമ്മുടെ മനസ്സിൽ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ മറ്റാരെക്കാളും നമ്മൾ നമ്മുടെ നബിയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ വിശ്വാസം കൊണ്ടാണ്, അത് ഈ ആദർശം കൊണ്ടാണ്. ആ 23 വർഷത്തെ കൊണ്ട് ലോക ചരിത്രത്തെ മാറ്റിയ ആ ആദർശം, അതിന്റെ പ്രത്യേകത അത് നബിയുടെ പ്രത്യേകതയല്ല, അത് അള്ളാഹു ഇറക്കിക്കൊടുത്ത ആ ആദർശത്തിന്റെ പ്രത്യേകതയാണ്. അതാണ് സൂറത്തുൽ ജുമുഅയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ആദർശം, ആ വഹ്യ്, ഖുർആനാകുന്ന, ഹദീസാകുന്ന, സുന്നത്താകുന്ന, സഹീഹായ ഹദീസായ ആ സുന്നത്താകുന്ന ആ വഹ്യ് 1400 വർഷമായി വള്ളി പുള്ളി മാറ്റമില്ലാതെ
ഇന്നും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് മഹാനായ ഇമാം മാലിക് പറഞ്ഞതുപോലെ മുൻഗാമികൾ ഏതൊന്നുകൊണ്ടാണോ മാറിയത് അതുകൊണ്ട് മാത്രമേ ഇന്നും ഒരാൾക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ മാറ്റത്തിന്റെ കാരണമായ ആ വഹിയാകുന്ന ഖുർആനും സുന്നത്തും സഹീഹായ ഹദീസും അത് പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും അതിനാണ് നമ്മൾ ജീവിതത്തിലേറെ പ്രാധാന്യം നൽകേണ്ടത്. അതല്ലാത്ത ജീവിത ലക്ഷ്യങ്ങളെ നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ തീരാ നഷ്ടക്കാരായിരിക്കുമെന്ന മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. അതുകൊണ്ട് ഈ ദീൻ കൃത്യമായി പഠിക്കാൻ ഈ ഖുർആനിന്റെ മാസമായ റമദാനിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എത്ര സമയം ജോലി ചെയ്യണം, നമ്മൾ എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം, 5 നേരത്തെ നമസ്കാരം, നമ്മളെപ്പറ്റി ചോദിച്ചാൽ നമ്മുടെ ഐഡന്റിറ്റി ഏതാണ്, നിന്നെപ്പറ്റി ചോദിച്ചാൽ നിനക്കത് പറയാൻ സാധിക്കണം. ളുഹ്റിന് ഞാൻ ഇന്ന പള്ളിയിലുണ്ടാകും, അസറിന് ഞാൻ ഇന്ന പള്ളിയിലുണ്ടാകും, മഗ്രിബിന് ഞാൻ ഇന്ന പള്ളിയിലുണ്ടാകും, ഇശാക്ക് എന്നെ കാണണമെങ്കിൽ ഇശാക്ക് ഇന്ന പള്ളിയിൽ വന്നാൽ മതി, ഈ സുബൈക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത പള്ളിയിലുണ്ടാകും എന്ന് നമ്മളെപ്പറ്റി പറയാൻ, അതാണ് എൻ്റെ സംസ്കാരം എന്ന് പറയാൻ, അങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഈ ആദർശത്തിനനുസരിച്ച് ഈ വഹീനനുസരിച്ച് നമുക്ക് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്താനും അത് അടയാളപ്പെടുത്താനും അത് പൈതൃകമായി നമ്മുടെ അടുത്ത അനന്തര സമൂഹത്തിലേക്ക് അത് കൈമാറാനും ഈ ഒരു ചെറിയ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാകണം നമ്മുടെ പ്രവർത്തനവും പ്രാർത്ഥനയും പ്രയത്നവും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കാനും മനസ്സിലാക്കാനും പ്രയോഗവൽക്കരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ لنكونن من الخاسرين. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.